welcome back to our English class. So, മക്കളെ നമുക്കറിയാം ഈ ഒരു ബാക്കിൽ നമ്മുടെ ഒരു കുഞ്ഞു ട്രെയിനിനെ കണ്ട അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ പുക തുപ്പിയും കൊണ്ട് വരുന്ന ഈ ട്രെയിനിനെ കണ്ടാൽ തന്നെ we know which chapter we are going to learn അല്ലേ. നമ്മൾ ഏത് പാഠമാണ് അല്ലെങ്കിൽ നമ്മൾ ഏത് പാഠത്തിലൊരു ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ ബാക്കിലുള്ള ഈ ചിത്രം കണ്ടതിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. യെസ് ഓഫ് കോഴ്സ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള നമ്മുടെ ആക്ടിവിറ്റി 4 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആക്ടിവിറ്റി 4 നമ്മൾ ഫസ്റ്റ് അല്ലെങ്കിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്ത് ചെയ്യുന്നത് എന്നറിയോ? ബിക്കോസ് ഇതെന്താണ് ഈ ചോദ്യം? ഇതൊരു കൺവെർസേഷൻ ആണ്, ഇതൊരു സംഭാഷണമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എക്സാമിന് കൺവെർസേഷൻ എന്ന് പറയുന്നത് എന്താ? ഷുവർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ് ഇത് ഈ പറയുന്ന സംഭാഷണം. എന്താണ് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം? നിങ്ങൾ വായിച്ചു നോക്കിയോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും മിസ് ഒന്ന് വായിക്കട്ടെ. ഇവിടെ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ് ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ഷീ കണ്ടിന്യൂഡ് ദ ജേർണി. നമുക്കറിയാം നമ്മുടെ ട്രാക്കിൽ കുടുങ്ങിപ്പോയ നമ്മുടെ എന്താണ് ലിറ്റിൽ എൻജിൻ അല്ലേ. ലിറ്റിൽ എൻജിനെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബ്ലൂ എൻജിനാണ്. ഓൺ ദ വേ ദ ലിറ്റിൽ ട്രെയിൻ ഹാപ്പൻ ടു മീറ്റ് ദ ഷൈനി ന്യൂ എൻജിൻ. അങ്ങനെ എന്ത് ചെയ്തു? അവരെല്ലാം മൗണ്ടൈൻ്റെ മേലൊക്കെ എത്തിക്കഴിഞ്ഞ് ടോയ്സ് ഒക്കെ ബോയ്സിനും ഗേൾസിനൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവസാനം ഓൺ ദ വേ ദ ലിറ്റിൽ ട്രെയിൻ ഹാപ്പൻ ടു മീറ്റ് ദ ഷൈനി ന്യൂ എൻജിൻ. തിരിച്ചു വരുന്ന വഴിക്ക് ആരെ കാണാന്? നമ്മുടെ ഷൈനി ന്യൂ എൻജിനെ കാണാണ്. ഷൈനി ന്യൂ എൻജിൻ ഓർമ്മയുണ്ടോ? നമ്മൾ പാഠം പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ട്രാക്കിൽ സ്റ്റക്കായി പോയി നമ്മൾ കുടുങ്ങിപ്പോയ സമയത്ത് ആദ്യം കണ്ടുമുട്ടിയ ട്രെയിനാണ് ഷൈനി ന്യൂ എൻജിൻ. അന്ന് നമ്മൾ എന്ത് ചെയ്തു? സഹായിക്കാതെ നമ്മളെ പുച്ഛിച്ച് എന്ത് ചെയ്ത് പുള്ളി അങ്ങ് പോയി അല്ലേ. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ദേ നിൽക്കുന്നു ആര്? നമ്മുടെ ലിറ്റിൽ എൻജിൻ. അപ്പൊ നമ്മുടെ ഷൈനി ന്യൂ എൻജിന് സംശയം, എടാ ഇവൻ എങ്ങനെ ഇവിടെ എത്തി? ഇവൻ അവിടെ കുടുങ്ങിയതല്ലായിരുന്നോ? യെസ്, ഹി വാസ് സർപ്രൈസ്ഡ് ടു സീ ദ ലിറ്റിൽ ട്രെയിൻ. വാട്ട് കുഡ് ബി ദ കൺവെർസേഷൻ ബിറ്റ്വീൻ ദം എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. വാട്ട് കുഡ് ബി ദ കൺവെർസേഷൻ ബിറ്റ്വീൻ ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ദ ഷൈനി ന്യൂ എൻജിൻ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം എന്തായിരിക്കാം? അപ്പൊ ആക്ച്വലി ആര് ഞെട്ടിയിട്ടുണ്ട് ഇവിടെ? നമ്മുടെ ഷൈനി എൻജിൻ എന്താണ് നമ്മുടെ ബ്ലൂ എൻജിനെ കണ്ട് ആകെ തരിപ്പടിച്ചു, ആകെ ഷോക്ക്ഡ് ആണ്. അങ്ങനെ വരുന്ന വഴിയിൽ കണ്ടുമുട്ടി ഇവർ തമ്മിലുള്ള സംഭാഷണം എന്തായിരിക്കും? ഇത് നിങ്ങൾ എഴുതണം. ഓക്കെ, ഇവിടെ നോക്കാം നമുക്ക് എങ്ങനെ ഇതിന് ഉത്തരം എഴുതാൻ പറ്റും. ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? ഒരു സംഭാഷണം നമ്മൾ തുടങ്ങുമ്പോൾ അതിലെപ്പോഴും എന്ത് വേണം? ഒരു ഹായ്, അതല്ലെങ്കിൽ ഒരു ഹലോ, അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ, ഇതൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മൾ സംഭാഷണം തുടങ്ങാൻ. ഓക്കെ, ഇനി ഇവിടെ നോക്കുക നിങ്ങൾ. ഷൈനി എൻജിൻ എന്താ പറയുന്നത്? ഹായ്, യു ആർ ഹിയർ. ഏയ്, നീ ഇവിടെ ഉണ്ടോ? നമ്മുടെ ഷൈനി എൻജിൻ ചോദിക്കാണ്, ഹായ്, യു ആർ ഹിയർ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ നീ ഇവിടെ ഉണ്ടോ എന്ന് ആര് ചോദിക്കുക? ഷൈനി എൻജിൻ ചോദിക്കുകയാണ്. അപ്പോൾ ലിറ്റിൽ എൻജിൻ ഇത്തിരി അഹങ്കാരത്തോടെ, ഇത്തിരി ഒരു എന്താ പറയുക, ഒരു തൻ്റെ അടുത്തോടുകൂടി നമ്മുടെ ലിറ്റിൽ എൻജിൻ എന്താ പറയുന്നത്? ഓ യെസ് ഐ എം ഹിയർ. ഓ യെസ് ഐ എം ഹിയർ. ആര് പറഞ്ഞു? നമ്മുടെ ലിറ്റിൽ എൻജിൻ പറഞ്ഞു, ഓ യെസ് ഐ എം ഹിയർ. ഞാൻ പിന്നെ എവിടെ പോവാൻ മിസ്റ്റർ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? യെസ് ഓഫ് കോഴ്സ് ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ കറക്റ്റ് സമയത്ത് എത്തി. ഇച്ചിരി അഹങ്കാരത്തോടുകൂടി, ഇച്ചിരി ഒരു തൻ്റെ അടുത്തോടു കൂടി ആര് പറയാണ്? നമ്മുടെ ലിറ്റിൽ എൻജിൻ പറയാണ്. അപ്പൊ അത് കേട്ടപ്പോൾ നമ്മുടെ ഷൈനി എൻജിൻ ചോദിക്കുകയാണ്, ഹൗ ഡിഡ് യു റീച്ച് ഹിയർ? ഷൈനി എൻജിന് വലിയ മുത്തശ്ശി പോലെ, ഷൈനി എൻജിൻ എന്താ ഭയങ്കര മുത്തശ്ശിയാ. ഷൈനി എൻജിൻ ചോദിക്കുകയാണ്, ഹൗ ഡിഡ് യു റീച്ച് ഹിയർ? നീ എങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ ലിറ്റിൽ എൻജിൻ എന്താ പറയുന്നത്? എന്നെ ആര് കൊണ്ടുവന്നോ? എ ബ്ലൂ എൻജിൻ ട്രെയിൻ ഹെൽപ് മീ. എന്നെ സഹായിച്ചത് ഒരു കുഞ്ഞു ബ്ലൂ എൻജിനുള്ള ട്രെയിനാണ്. ഇറ്റ് പുൾ മീ ആൻഡ് ട്രാക്ക് മീ ടു ദ മൗണ്ടെയിൻ. അവൻ എന്ത് ചെയ്തു? അവൻ മുന്നിലേക്ക് വന്ന് എൻ്റെ എൻജിനുമായി എന്ത് ചെയ്തു? അവൻ അങ്ങ് ജോയിൻ്റ് ആയി. ഹി പുൾഡ് മീ, അവൻ എന്നെ വലിച്ചു. ആൻഡ് ഹി ഡ്രാഗ്ഡ് മീ, എന്നെ വലിച്ച് മൗണ്ടെയിൻ്റെ മേലേക്ക് കൊണ്ടുപോയി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് എത്തിച്ചത് ആരാണ്? എന്നെ എത്തിച്ചത് ബ്ലൂ എൻജിനാണ്. ഷൈനി എൻജിൻ എന്താ പറയുന്നത്? ബ്ലൂ എൻജിൻ, oh that is a little train, how could it pull to you? അപ്പോൾ നമ്മുടെ ഷൈനി എൻജിൻ്റെ അത്ര സുഖിക്കുന്നില്ല. അപ്പോൾ ഷൈനി എൻജിൻ ചോദിക്കുക, ഏത് നമ്മുടെ ബ്ലൂ എൻജിൻ ട്രെയിനോ? അവന് കുഞ്ഞു ട്രെയിൻ ആണല്ലോ, അവൻ എങ്ങനെയാണ് നിന്നെ വലിക്കാൻ കഴിയുന്നത്? അവൻ നിന്നെ വലിച്ച് മലയുടെ മേലെ കൊണ്ടെത്തിച്ചോ? ആർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല? നമ്മുടെ ഷൈനി എൻജിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ലിറ്റിൽ എൻജിൻ പറയാണ്, യെസ് ബട്ട് ദ ബ്ലൂ എൻജിൻ ട്രൈഡ് ഹാർഡ്. ഓഫ് കോഴ്സ് അവൾ എന്താണ് ഒരു കുഞ്ഞു
കുഞ്ഞു ട്രെയിൻ തന്നെയാണ്. പക്ഷെ അവൾ എന്ത് ചെയ്തു, ശരിക്കും എന്ത് ചെയ്തു, അങ്ങ് ശ്രമിച്ചു. അപ്പൊ ഷൈനി എഞ്ചിൻ പറയാണ്, ഓ ദെൻ ഇറ്റ് ഈസ് ഗ്രേറ്റ്. അങ്ങനെയാണെങ്കിൽ എന്താ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഗുഡ് ടു സീ യു അഗെയിൻ. നിന്നെ വീണ്ടും കണ്ടതിൽ എന്താണ് സന്തോഷം. ലിറ്റിൽ എഞ്ചിൻ എന്താ പറയുന്നത്, ബൈ. അപ്പൊ ലിറ്റിൽ എഞ്ചിൻ വെച്ച് പോയിക്കോട്ടെ, ഇത്ര സംസാരിച്ചാൽ മതി, ബൈ എന്നാര് പറയാണ്, നമ്മുടെ ലിറ്റിൽ എഞ്ചിൻ പറയാണ്. ഇതായിരിക്കില്ല അവർ തമ്മിലുള്ള സംഭാഷണം അല്ലേ. എന്തായാലും ഒബ്വിയസ്ലി താഴെ സ്റ്റക്കായി നിന്ന് നമ്മുടെ ലിറ്റിൽ എഞ്ചിനെ മലന്റെ മേലെ പോയിട്ട് കാണുമ്പോൾ ഒബ്വിയസ്ലി ഒരാൾക്കുണ്ടാവും എന്താണ്, യെസ് താങ്കൾ എങ്ങനെ ഇവിടെ എത്തി, എങ്ങനെ അവിടെ നിന്ന് സ്ട്രെക്കിൽ നിന്ന് കഴിച്ചിലായി, ആര് കൊണ്ടുവന്നു എന്നുള്ള ചോദ്യമായിരിക്കില്ലേ ചോദിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ആപ്റ്റായ ഉത്തരമാണ് എന്ത് ചെയ്തത്, ഇവിടെ നമ്മൾ എഴുതി പഠിച്ചത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഈ ഉത്തരം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് മറക്കരുത്. കൺവെർസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ അവർ എക്സാം. നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഏത്, നമ്മുടെ ലിറ്റിൽ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ശരിക്കും നിങ്ങൾ പഠിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതേപോലുള്ള മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ എന്ത് വരും, മിസ് ഐ വിൽ ബി ബാക്ക്. സോ താങ്ക് യു സോ മച്ച്.